പഞ്ചായത്ത് അംഗത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ചില സമരങ്ങളൊക്കെ അവിടെ കോൺഗ്രസ് നടത്തുകയാണ്. തിരുവനന്തപുരം ആരനാട് പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ആത്മഹത്യയിലാണ് കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റും CPM-ഉം സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് വാർഡ് മെമ്പറായ ശ്രീജ ജീവനൊടുക്കിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. അവിടെ കോൺഗ്രസ് വാർഡ് മെമ്പർ ശ്രീ KK രതീഷ്. KK രതീഷ്, എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്തുകൊണ്ടാണ് ശ്രീജയുടെ ആത്മഹത്യയിൽ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ സംശയിക്കുന്നത്? ഞങ്ങൾ ഇന്നലെ ശ്രീജയ്ക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ യോഗം അവസാനമായി സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിന് മുമ്പ് ശ്രീജ എല്ലാ ആളുകൾക്കും പൈസ കൊടുക്കാം, വ്യക്തിപരമായി കടം വാങ്ങിയ ആളുകളോട് വിളിച്ച് ഞാൻ ഓഗസ്റ്റ് 30-ന് മുമ്പ് പണം തരാം, എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അടിയന്തരമായി ഞാൻ പണം തന്ന് കടം തീർക്കും എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം CPM ഈ വിഷയം ഏറ്റെടുക്കുകയും കോട്ടയ്ക്കകത്ത് കുർവാ സംഘം എന്ന പേരിൽ ഒരുപാട് ബോർഡുകൾ, മോശമായ ബോർഡുകൾ, ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ മോശപ്പെട്ട കമന്റുകൾ എഴുതിക്കൊണ്ടുള്ള ഗ്രൂപ്പ് മെസ്സേജുകൾ പാസ് ചെയ്തു. ഇന്നലെ ഏറ്റവും അവസാനം CPM-ന്റെ നേതൃത്വത്തിൽ ആര്യനാട് ജംഗ്ഷനിൽ ഒരു യോഗം നടത്തി. ആ യോഗത്തിൽ കട്ട മുതൽ തിരിച്ചു നൽകിയാൽ കള്ളിയല്ലാതാകില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് CPM-ന്റെ പ്രതിഷേധ യോഗം നടത്തിയത്. അത് പഞ്ചായത്ത് പ്രസിഡന്റുമായി വ്യക്തിപരമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ശ്രീജ. ആ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ മോശമായി ശ്രീജയെ കുറിച്ച് പ്രസംഗിച്ചു എന്നത് ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീജ ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ ഭയങ്കര കരച്ചിലും, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ വളരെ സ്നേഹിച്ചിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പോലും എന്നെ കുറിച്ച് ഇത്രയും മോശമായി പറഞ്ഞു, ഞാൻ കടം വാങ്ങിയത് എന്റെ മക്കളുടെ കല്യാണ ആവശ്യത്തിനും എന്റെ ഭർത്താവിന്റെ ചികിത്സയ്ക്കുമായിട്ടാണ്, എന്റെ വീട് സ്ഥലം ആകെയുള്ള വീട് സ്ഥലവും വിറ്റ് അല്ലെങ്കിൽ ഞാൻ വായ്പ എടുത്ത് എന്റെ കടമെല്ലാം ഞാൻ തീർക്കുകയാണ്, എന്നിട്ടും എന്നെ കുറിച്ച് ഇത്രയും മോശമായി പറഞ്ഞല്ലോ എന്നുള്ള കരച്ചിലായിരുന്നു എന്നാണ് ഭർത്താവ് രാവിലെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഈ CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ യോഗത്തിൽ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. അല്ല രതീഷ്, ഈ ശ്രീജയ്ക്ക് എന്തോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇനി വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത മനുഷ്യന്മാരുണ്ടോ, കടമെടുക്കാത്ത മനുഷ്യന്മാരുണ്ടോ? അങ്ങനെ വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ഈ കോട്ടയ്ക്കകത്തെ കുർവാ സംഘം എന്നൊക്കെയുള്ള അഴിമതി ആരോപണത്തിന്റെ രൂപത്തിലേക്ക് അത് മാറുന്നത് എങ്ങനെയാണ്? അത് ശ്രീജ ഒരു ജനകീയമായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറായിരുന്നു. കഴിഞ്ഞ വട്ടം ആര്യനാട് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ CPM-ന് ഏറ്റവും സ്വാധീനമുള്ള കോട്ടയ്ക്കം എന്ന വാർഡിൽ നിന്നാണ് ശ്രീജ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ ശ്രീജ 400ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുത്തത്. അതിനുശേഷവും ശ്രീജയുടെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു. ഒരുപക്ഷെ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീജ. 1-ൽ കൂടുതൽ വാർഡുകളിൽ ഞങ്ങൾ ശ്രീജയെ മത്സരിപ്പിക്കുന്നതിനുള്ള ആലോചനയിലുമായിരുന്നു. അതെല്ലാം പാർട്ടിക്കാർ നന്നായി ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പൊ ശ്രീജയുടെ സജീവമായ ജനകീയത CPM ഭയക്കുന്നത് കൊണ്ടാണ് ശ്രീജ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം CPM ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചതും ശ്രീജയെ അധിക്ഷേപിച്ചതും. ചോദ്യം അതല്ല. എന്റെ ചോദ്യം, ഈ വ്യക്തിപരമായ നമ്മൾ കടം വാങ്ങാറുണ്ട്, കടം തിരിച്ചു കൊടുക്കാമെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പണം ഉണ്ടാവില്ല, അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചാൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറയാം. അതൊക്കെ സ്വാഭാവികമല്ലേ? അതെങ്ങനെയാണ് അഴിമതി എന്നുള്ള നിലയ്ക്ക് ഉള്ള അവതരണമായി വരുന്നത് എങ്ങനെയാണ് രതീഷ്? ഒരിക്കലും കടം വാങ്ങിയിട്ടേ ഉള്ളൂ. ശ്രീജ ഒരു തരത്തിലുള്ള അഴിമതിയും നടത്തിയതായിട്ട് ഉള്ളതല്ല. ശ്രീജ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന്, അയൽവാസികളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയതാണ്, കടമായി വാങ്ങിയ എന്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ ആളുകൾക്കും രേഖ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര രൂപ നിങ്ങളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു, അതിന്റെ പലിശ സഹിതം, ക്രമപലിശ സഹിതം തന്നുകൊള്ളാം എന്നുള്ള വ്യക്തമായ രേഖ കൊടുത്തിട്ടാണ് ശ്രീജ പൈസ വാങ്ങിയത്. ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു ശ്രീജ, ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ 30-ാം തീയതിയോടുകൂടി കടം തീർക്കും, അത് കഴിഞ്ഞ് സജീവമായി വീണ്ടും ഞാൻ പ്രവർത്തിക്കാനുണ്ടാകും എന്നാണ് ഇന്നലെയും ഞങ്ങളുടെ പാർട്ടി നേതാക്കളോട് ശ്രീജ പറഞ്ഞത്. ഞാൻ ഇനി മത്സരിക്കില്ല, പക്ഷെ എല്ലാത്തിനും ഉണ്ടാകും എന്ന് പറഞ്ഞു. CPM-ന് അതല്ല ആവശ്യം. ശ്രീജ പൈസ കൊടുത്താൽ പോലും ശ്രീജയെ മോശമാക്കി ശ്രീജ സജീവമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുനിന്ന് പുറത്തിറങ്ങാൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള അഴിമതി ആരോപണങ്ങളാണ് CPM ഉന്നയിച്ച് ശ്രീജയ്ക്കെതിരെ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന സമര പരിപാടികൾ നടത്തിയത്. താങ്ക് യു. ശ്രീ KK രതീഷാണ്, അവിടുത്തെ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഈ പറയപ്പെടുന്നത് ശ്രീജയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ, വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കടമടക്കം വാങ്ങിയിരുന്നു. പക്ഷേ ആ കടം വാങ്ങിയതിന് എന്തോ അഴിമതി എന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം അവിടെ CPM നടത്തി. അതിൽ മനംനൊന്താണ് ആസിഡ് കുഴിച്ച് ആത്മഹത്യ എന്നാണ് പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തുടർന്ന്. ഉമേഷ്, പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഈ സാമ്പത്തിക ബാധ്യത വരാനുള്ള കാരണം എന്താണ്? അതിനെ അഴിമതി എന്ന് ചിത്രീകരിക്കാനുള്ള കാരണം എന്താണ് ഉമേഷ്?
സ്വാഭാവികമായി കഴിഞ്ഞ കുറച്ചു കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് ശ്രീജ. ശ്രീജ ഈ പറഞ്ഞതുപോലെ ജനകീയയാണ്. അതേസമയം മൈക്രോ ഫിനാൻസ് അടക്കമുള്ള ഈ പ്രാദേശികമായി കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് അടക്കമുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഇതിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകളിൽ നിന്ന് ചിട്ടി അടക്കമുള്ള വിഷയങ്ങളിൽ പണം സ്വീകരിക്കുകയും അത് തിരികെ കൊടുത്തിട്ടില്ല എന്നുള്ള ആരോപണവുമായിരുന്നു പ്രധാനമായി ഉയരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 80 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉയർന്ന ആരോപണങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമീപ ആസന്നമാണ്. സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ രീതിയിലുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന രീതിയിൽ വ്യക്തിഹത്യയിലേക്ക് ഈ വിഷയം കടന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം, ഏറ്റവും ക്രൂരവും അത് തന്നെയാണ്. കാരണം ജനകീയായ ഒരു പൊതുപ്രവർത്തക, അവർ സ്വാഭാവികമായ മനുഷ്യന്മാരാകുമ്പോൾ കടമെല്ലാം വാങ്ങുന്ന രീതികളുണ്ടാകും. പ്രത്യേകിച്ച് മറ്റ് സാമ്പത്തിക അവസ്ഥകളൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ പൊതുപ്രവർത്തകരാണ്, അവർക്ക് മറ്റ് ജോലികളും ഉണ്ടാകില്ല. പക്ഷേ ഈ രീതിയിൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കപ്പെടുന്നു, അത് അധിക്ഷേപിക്കപ്പെടുന്നു, അത്തരത്തിൽ പോസ്റ്ററുകൾ പതിക്കുന്നു. ഒരു സാധാരണ ഒരു വീട്ടമ്മയായ സ്ത്രീക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലാണ് ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് ആശുപത്രിയിൽ നടത്തുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടി ഉണ്ടാകണം, പോലീസ് കേസെടുക്കണം, അതിനുശേഷം മതി ഇൻക്വസ്റ്റ് നടപടികൾ എന്നുള്ള നിലപാടിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ, അരിനാട് ആശുപത്രിക്ക് മുന്നിൽ തുടരുന്നുണ്ട്. എന്തായാലും ഇനി രാഷ്ട്രീയ നേതൃത്വം, CPM നേതൃത്വം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്കൊന്നും ഇപ്പോഴും തയ്യാറായിട്ടില്ല. ആദ്യ ഘട്ടത്തിൽ ഫോണിൽ സംസാരിക്കാൻ തയ്യാറായെങ്കിലും അതിനുശേഷം ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഒരു സ്ത്രീയുടെ, പൊതുപ്രവർത്തകയായ ഒരു സ്ത്രീയുടെ ആത്മഹത്യ, അതും ഈ സഹപ്രവർത്തകർ, അതായത് വാർഡ് മെമ്പറാണ്, കോട്ടക്കയം വാർഡ് മെമ്പറാണ് ശ്രീജ, ആ പഞ്ചായത്തിലെ പ്രസിഡന്റാണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ നടത്തിയ പരാമർശങ്ങൾ തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നത് കോട്ടക്കയം എന്ന് പറയുന്ന CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ശക്തി കേന്ദ്രത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ ജയിച്ചു. അടുത്ത തവണ ജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു, മത്സരിക്കാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ആ മത്സര പോസിബിലിറ്റി അവസാനിപ്പിക്കാൻ വ്യക്തിഹത്യ ചെയ്തു. ഇവർ വ്യക്തിപരമായി എടുത്ത കടങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ ചെയ്തു. ആ വ്യക്തിഹത്യ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിലെ ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അവിടുത്തെ പ്രാദേശിക CPM-ഓ അല്ലാത്ത CPM-ഓ ഒക്കെ വിശദീകരിക്കട്ടെ. കാര്യം ഇതൊരു ആത്മഹത്യയാണ്. ഒരു പാവം സ്ത്രീ, സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടുഴലുന്ന ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത സംഭവമാണ്. അതിൽ രാഷ്ട്രീയ വ്യക്തിഹത്യ കാരണമായിട്ടുണ്ടോ എന്ന കാര്യം കുറച്ചുകൂടി വ്യക്തമാകട്ടെ. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.